ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇത് നമ്മളെ വീഡിയോ മിനി ഫ്രെയിമിനെ കുറിച്ചാട്ടോ. ഞാൻ ഇങ്ങനെ ഫ്രെയിമിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. പിന്നെ ഇത് കുറച്ച് പേർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഇൻസ്റ്റയിലൊക്കെ മിനി ഫ്രെയിം എന്ന് പറയുന്നത്. 99 രൂപയുടെ ഫ്രെയിം. അതിനെക്കുറിച്ചാട്ടോ, അതെങ്ങനെ ഓർഡർ കിട്ടും, അതെങ്ങനെ നമുക്ക് ആ ഒരു വിലയ്ക്ക് വിൽക്കാൻ പറ്റും, അതൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ആർട്ട് ബൈ നീ എന്നാട്ടോ പേജിൻ്റെ പേര്. അത് എൻ്റെ പേജിൽ ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഓഫർ. അതായത് എനിക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടിയതും കാര്യങ്ങളൊക്കെ. എനിക്ക് മൊത്തം 62 ഫ്രെയിമിന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മിനി ഫ്രെയിം മാത്രം. ആദ്യമേ ഓഫർ ഇട്ട സമയത്ത് എനിക്ക് 42 ഫ്രെയിമിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഓഫർ ഇട്ടപ്പോൾ 23 ഫ്രെയിമിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 23 ഫ്രെയിമിൻ്റെ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് ഈ ഓർഡർ കിട്ടുക, ഇപ്പോൾ എങ്ങനെ ഈ ഒരു റേറ്റ് കൊടുക്കാൻ പറ്റുക എന്നൊക്കെയാണ് കേട്ടോ. പ്രിൻ്റ് എവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു ഫ്രെയിമൊക്കെ വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് കാണും, 99 രൂപയ്ക്ക് വിറ്റ് എന്തെങ്കിലും ലാഭം കിട്ടുമോ, നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കാരണം കടകളിലൊക്കെ നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒരു ഫ്രെയിമിന് തന്നെ 70 രൂപ, 75 രൂപ, 80 രൂപയൊക്കെയാണ് പല കടകളിലും പല റേറ്റ് ആട്ടോ. ഞാൻ തിരക്കിയ പല കടകളിലും പല റേറ്റിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് നമുക്ക് ആ ഒരു റേറ്റിന് ഇപ്പോൾ 80 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രിൻ്റ് എടുക്കണം, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതാണ് കൊടുക്കാൻ പറ്റുമോ, ഒരു ഡൗട്ട് നമുക്ക് കാണും. എനിക്കും ആദ്യമേ ഉണ്ടായിരുന്നു കേട്ടോ, കൊടുക്കാൻ പറ്റുമോ, ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുമോ. അങ്ങനെ ഞാൻ ആദ്യമേ ഓഫറൊന്നും ഇട്ടില്ലായിരുന്നു. കാരണം കുറേ പേര് കണ്ടു ഞാൻ ഓഫറിങ്ങനെ ഇടുന്നത്. എന്നിട്ട് ഞാൻ വെച്ച് കുഴപ്പമില്ല, വേണ്ട എന്നൊക്കെ വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ കരുതി നമുക്ക് അധികം ലാഭമൊന്നും വേണ്ട, ലാഭം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പേർക്ക് നമ്മളെ പേജ് അറിയുമല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഉണ്ടെന്ന് കുറച്ച് പേരെങ്കിലും അറിയുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓഫർ ഇട്ട സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. എന്തായാലും കിട്ടിയാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല വെച്ചാൽ 3 ദിവസം ഓഫർ ഇട്ടപ്പോൾ എനിക്ക് 42 ഫ്രെയിമിൻ്റെ ഓർഡർ വന്നു കേട്ടോ. ഈ ഓർഡർ എങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെ, എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഇത് അയച്ചു കൊടുത്തു. ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് അത് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ ആദ്യമേ ഡെമോയ്ക്ക് 2-3 ഫ്രെയിം ചെയ്ത് കേട്ടോ. ഒരു 3-4 ഫ്രെയിം ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് എൻ്റെ ഫാമിലീസുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അവിടുത്തെ പറഞ്ഞു ഇതൊന്ന് സ്റ്റാറ്റസ് ഇടണേന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പം അവർ മുഖേന അവരുടെ ഫ്രണ്ട്സും അവർക്കറിയുന്ന ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞ് വന്നു. അതേപോലെ ഇൻസ്റ്റയിൽ നമുക്ക് പരസ്യം ഇടാൻ പറ്റും കേട്ടോ. നമുക്ക് പൈസ മുടക്കി പരസ്യം ഇടാൻ പറ്റും. അങ്ങനെ ഞാനൊരു 3 ദിവസത്തെ പരസ്യം ഇട്ടോ ഇൻസ്റ്റയിൽ. അതുവഴിയും എനിക്ക് കുറേ പേര് ചോദിച്ചു വന്നു. അതുവഴി എനിക്ക് ഓർഡർ കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഓർഡർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഡൗട്ടാണ്, ഇതെങ്ങനെ ഈ ഫ്രെയിം എവിടെ നിന്ന് എടുക്കും, ഈ പ്രിൻ്റ് എവിടെ നിന്ന് എടുക്കും എന്നുള്ളത്. നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന കടകളിൽ ഇപ്പോൾ നമ്മൾ ഫ്രെയിം ഇപ്പോൾ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടല്ലോ, അവർ സംസാരിക്കുക ഇങ്ങനെ ഈ റേറ്റിന് കൊടുക്കാനാണ് നിങ്ങൾക്ക് വല്ല കുറച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുക, ബൾക്കായിട്ട് എടുക്കണം. നമുക്കിപ്പോൾ ഓരോന്നായിട്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ ആരും നമുക്ക് കുറച്ച് തരത്തില്ല. നമ്മൾ ബൾക്കായിട്ട് ഇങ്ങനെ എടുക്കാം എന്ന് കുറച്ച് തരുമെന്ന് ചോദിക്കുക അവരടുത്ത്. ഇപ്പോൾ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും സ്ഥിരം എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തരും. നമ്മൾ പറയും ഇങ്ങനെ ബൾക്കായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് പൈസ നമ്മൾ കുറച്ച് തരും കേട്ടോ അവർ. അങ്ങനെ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറേ ഇപ്പോൾ ഒരു കടയിൽ മാത്രം നോക്കുക, അല്ല നിങ്ങളിപ്പോൾ സ്ഥിരം എടുക്കുന്ന കടയിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരക്കുക. നമ്മൾ കുറച്ച് 2-3 കടകളിലൊക്കെ തിരക്കുക, ഇങ്ങനെ ബൾക്കായിട്ട് എടുത്തതിന് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് തിരക്കുക കേട്ടോ. ഞാനിപ്പം സ്ഥിരം ചെയ്യിക്കുന്ന കട അവിടെ നിന്ന് തന്നെ കേട്ടോ. ഞാൻ ആദ്യമേ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ റേറ്റ്, പക്ഷേ ആ റേറ്റ് എനിക്ക് പറ്റത്തില്ല. കാരണം ഷിപ്പിംഗ് ചാർജും കൂടി എനിക്ക് ആഡ് ചെയ്യണം ആ സാധനം ഇവിടെ എത്തണമെങ്കിൽ. എനിക്ക് എന്നാലും ഒരിക്കലും റേറ്റിന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ കടകളിലൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് ഒരു ഫ്രെയിം കിട്ടിയാണ് ബൾക്കായിട്ട് എടുക്കാൻ എനിക്ക് ഇത്ര രൂപയ്ക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് അവരെനിക്ക് തന്നത് കേട്ടോ. ഞാൻ അവരിൽ നിന്ന് എടുത്തത്. അതിന് പ്രിൻറ്റ് നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ലേസർ പ്രിൻ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡിയോ പ്രിൻ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോ പ്രിൻ്റ് അടിപൊളി യൂസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ഫ്രെയിമിനും സ്റ്റുഡിയോ പ്രിൻ്റാണ് എടുക്കുന്നത്. നമ്മൾ സ്റ്റുഡിയോയിൽ എടുക്കുന്ന അവിടെ പോയിട്ട് ഇപ്പം ഞാനാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് സംസാരിച്ചു. താങ്കൾ എനിക്ക് ഈ റേറ്റിന് തരാം എന്ന് പറഞ്ഞു. ഒരു റേറ്റിനിങ്ങനെ അവർ പറഞ്ഞു, ബൾക്കായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും. അപ്പം ലേസർ പ്രിൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. കാരണം അതാകുമ്പോൾ അധികം പൈസ ചിലവില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ലേസർ പ്രിൻ്റ് ആകുമ്പോഴേക്കും കുറച്ച് പൈസേന് കുറഞ്ഞ് കിട്ടും. നമ്മൾ ഇങ്ങനെ ഷീറ്റിന് അഡീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഷീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറഞ്ഞിട്ട് കിട്ടും, ലേസർ പ്രിൻ്റൊക്കെ ആണെങ്കിൽ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിന് പ്രിൻറ്റും എല്ലാം ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഡൗട്ടാണ് ഇതെങ്ങനെ പാക്ക് ചെയ്ത് അയക്കാന്നുള്ളത്. ഏത് കൊറിയർ സർവീസ് എനിക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഷിപ്പിംഗ് ചാർജ് മേടിക്കാനും പറ്റില്ല, തരത്തതുമില്ല കേട്ടോ മിക്കതും. കാരണം എനിക്ക് അനുഭവം
ലാഭം ഉണ്ട് കേട്ടോ. നമ്മൾ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തരാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. ഫ്രെയിമും കാര്യങ്ങളും വേണം, ഷിപ്പിംഗ് ചാർജ് തരാൻ എല്ലാവർക്കും മടിയായിരിക്കും. അന്നേരം നമ്മൾ അത് നോക്കുക, നല്ല കൊറിയർ സർവീസ് നോക്കുക, പിന്നെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തോട്ടൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ ഞാനിങ്ങനെ നമ്മൾ സാധാ പേപ്പറില്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന പേപ്പർ, അത് കട്ടിയുള്ള അല്ല കേട്ടോ, നമ്മൾ സാധാ 5 രൂപയുടെ 6 രൂപയുടെ പേപ്പറില്ല, ആ പേപ്പറാട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം കട്ടിയുള്ള പേപ്പറൊക്കെയാണെങ്കിൽ ഒരു പേപ്പറിന് 14 രൂപ 20 രൂപ കൊടുക്കേണ്ടി വരും, അത് നമുക്ക് നഷ്ടമാവും. ഇങ്ങനത്തെ പേപ്പർ ആകുമ്പോഴത്തേക്ക് ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് 3-4 എണ്ണമൊക്കെ പാക്ക് ചെയ്യാൻ പറ്റും. ആ ഷീറ്റ് വെച്ചാൽ നമ്മൾ അടുത്തൊക്കെയുള്ള കൊടുക്കാനുള്ള ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചത്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത് കേട്ടോ. നമുക്ക് വലിയ കട്ടിയുള്ള പേപ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാവും പാക്ക് ചെയ്ത്, ആ പേപ്പർ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും. ആ പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ നല്ല നോക്കട്ടോ. പിന്നെ ഞാൻ ഈ ഫ്രെയിമിൻ്റെ ബാക്കിൽ ഇങ്ങനെ ടേപ്പ് പിടിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ, അത് ഞാൻ എൻ്റെ ഏത് ഫ്രെയിമിൻ്റെ ആയാലും ബാക്കിന് ടേപ്പ് പിടിച്ചിട്ട് കൊടുക്കത്തുള്ളൂ. നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ടേപ്പൊക്കെ ഒട്ടിച്ചാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ ഫ്രെയിമാണ്, ഇപ്പോൾ 99 ഫ്രെയിം വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ തന്നെ എൻ്റെ ഫ്രെയിമിൻ്റെ ബാക്കിൽ എൻ്റെ ലോഗോ ഒട്ടിക്കുമായിരുന്നു, സ്റ്റിക്കർ. പക്ഷേ ഈ വട്ടം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടോ സ്റ്റിക്കർ. ഞാൻ അറിഞ്ഞില്ല, ഇല്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അത് തീർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ എല്ലാത്തിനകത്ത് ഒട്ടിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഫ്രെയിം മൊത്തം ഞാൻ അതേപോലെ ടേപ്പ് വെച്ചാൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. സാധാരണ നമ്മൾ നോർമലി പാക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ സാധാരണ നമ്മൾ ഫ്രെയിം നമ്മൾ വെച്ച് പൈസ കൂടിയ ഫ്രെയിമിന് എന്തൊക്കെ മേടിക്കുകയോ ചെയ്യുമോ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ അടുത്ത് കൊടുക്കാനൊക്കെ ഉള്ളത് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് അറിയാൻ വേണ്ടി. ഇപ്പോൾ കൊറിയർ അയക്കാനുള്ളതൊക്കെയാണ് ഇത് ടെർമോക്കോളാട്ടോ പാക്ക് ചെയ്യുന്നത്. അന്നേരം അത് ഞാൻ ടെർമോക്കോൾ ഇങ്ങനെ ഫ്രെയിം വെച്ചിട്ട് ടെർമോക്കോളിൽ അതിന് കറക്റ്റ് അളവിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വേറെ രീതിയിലായിരിക്കും പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് സേഫായിട്ട് കസ്റ്റമറെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്യുന്നത്. 2 പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കറക്റ്റ് അളവിന്. എന്നിട്ട് ഞാൻ വേറെ കവറിങ് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഫ്രെയിമിൻ്റെ അകത്ത്. കാരണം ഞാൻ സാധാരണ റാപ്പ് വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്യും. എൻ്റെ കയ്യിൽ റാപ്പ് ചെയ്യുന്നത് ഇത് വലുതാട്ടോ, അതുകൊണ്ടും ചെറിയ ഫ്രെയിമിൽ അത് വെച്ച് റാപ്പ് ചെയ്യാനെക്കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ചെറുത് നോക്കി പോയിട്ട് എനിക്ക് കിട്ടിയതുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് ഞാൻ ആദ്യത്തെ വട്ടം ഞാൻ കുറേ അയച്ചത്. ഇതേപോലെ ഒരു പീസ് എടുത്ത് നമ്മൾ ആ ഗ്ലാസിൻ്റെ അവിടെ വെച്ചിട്ട് ബാക്കി 2 പീസ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഫുൾ ടേപ്പ് വെച്ച് നമ്മൾ ബ്രൗൺ കളർ ടേപ്പ് വെച്ച് ഫുൾ ഇങ്ങനെ ചുറ്റും കേട്ടോ. ഫുൾ 4 സൈഡ് ഫുൾ ഇങ്ങനെ ചുറ്റി കവർ ചെയ്തെടുക്കും. അത് സേഫായിട്ട് എത്തും കേട്ടോ. എത്തിയോണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. ഞാൻ അയച്ച് എനിക്ക് ഞാൻ പറഞ്ഞ 42 ഫ്രെയിം ഉണ്ട് അതിനകത്ത്. അതൊക്കെ സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇതും കൂടെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല, ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല സേഫായിട്ട് കുഞ്ഞു ഫ്രെയിമും കൂടെ ആയതുകൊണ്ടായിരിക്കും കറക്റ്റ് സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 4 മൂലയിലേക്ക് കറക്റ്റായിട്ട് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് മൊത്തം കറക്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന പേപ്പറല്ലേ, ആ ബൈൻഡിങ് പേപ്പർ ആട്ടോ ഇത്. അത് വെച്ചാണ് ഞാൻ പിന്നെ കവർ പാക്ക് ചെയ്യുന്നത്, പുറത്ത് പാക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അത് കട്ട് ചെയ്ത് അതാണ് പാക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിനകത്താണ് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി വെക്കുന്നത്. അഡ്രസ്സ് നമ്മൾ വേറെ പേപ്പർ എഴുതിയിട്ടാണ് ഒട്ടിച്ച് വെക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒട്ടിക്കും. ഇത് ഗ്ലോസി ടൈപ്പ് ആകുമ്പോഴത്തേക്കും മാഞ്ഞു സാധ്യതയുണ്ട്. വേറെ പേപ്പറിൽ എഴുതിയിട്ടാണ് അഡ്രസ്സ് അടുത്ത് ഒട്ടിച്ച് വെക്കുന്നത്. ഫുള്ള് ഞാൻ ഇതായിട്ട് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കൊറിയർ സർവീസ് എന്ന് വെച്ചാൽ ഞാൻ അയച്ച DTDC വഴിയാണ് കേട്ടോ കൊറിയർ അയച്ചത്. അങ്ങനെ DTDC നമ്മൾ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എനിക്കിങ്ങനെ ഇത്ര ബൾക്കായിട്ട് നമ്മൾ അയക്കുമ്പോൾ എന്തായാലും അവരെന്തെങ്കിലും കുറച്ച് തരും കേട്ടോ നമുക്ക് ഇത് റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും അയക്കാൻ പറ്റത്തില്ല, ചിലപ്പം നല്ല റേറ്റാണ് മേടിക്കുന്നത്. എനിക്ക് അറിയാമല്ലോ. അത് തന്നെ ഇതേപോലെ ഫ്രജൈലിൻ്റെ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിക്കർ ഹാൻഡിൽ വിത്ത് കെയറിങ് സ്റ്റിക്കർ, അത് ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ സേഫായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് എത്തും ആൾക്കാരുടെ കയ്യിൽ, നമ്മൾ അതും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ. എന്നാൽ ഇങ്ങനെയാണ് എനിക്ക് ഓർഡർ കിട്ടിയതും എൻ്റെ ഫ്രെയിം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏതാണ്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലെങ്കിൽ കേട്ടോ.